19ാമത്തെ വയസ്സിൽ ലഹരിക്കടത്ത്, മോഷണം, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതനായ സുനിൽകുമാർ എന്ന യുവാവ്. ആ യുവാവിൻ്റെ പേര് കേരളം കേൾക്കുന്നത് പൾസർ സുനി എന്നാണ്. 2017 ഫെബ്രുവരി 17 കൊച്ചി നഗരത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ 1ാം പ്രതി. ഈ പ്രതിക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന സാമ്പത്തിക പശ്ചാത്തലം എന്തായിരുന്നു? കേസിൽ അറസ്റ്റിലായ പ്രതി 7 വർഷക്കാലം ആണ് ജയിൽവാസം അനുഭവിച്ചത്. കീഴ്ക്കോടതികളെ അടക്കം പലവട്ടം സമീപിച്ചുവെങ്കിലും പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല. ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നാണ് പൾസർ സുനി അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചത്. ആ വിധി സമ്പാദിക്കുന്ന തരത്തിൽ സുപ്രീം കോടതിയെ അടക്കം സമീപിക്കാനുള്ള സാമ്പത്തിക സഹായം ആരിൽ നിന്നാണ് പൾസർ സുനിക്ക് ലഭിച്ചത്? എങ്ങനെയാണ് പൾസർ സുനി എന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ വ്യക്തി സിനിമാ മേഖലയിൽ ഇത്രയും അധികം സ്വാധീനം ചെലുത്തപ്പെട്ട ആളായി മാറിയത്? എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ പൾസർ സുനിയെ നിയമപരമായി സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ഇതേ കേസിൽ തന്നെ പ്രതിപ്പട്ടികയിലുണ്ടായിരുന്ന നടൻ ദിലീപ് സഹായിച്ചു എന്നത് യുക്തിക്ക് നിരക്കുന്ന ഒന്നല്ല. അത്തരം സഹായങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അന്വേഷണ സംഘം ഉറപ്പായും കണ്ടെത്തുമായിരുന്നു. മാത്രവുമല്ല, ജാമ്യത്തിലിറങ്ങിയ പൾസർ സുനി സഞ്ചരിച്ചിരുന്നതെല്ലാം ആഡംബര വാഹനത്തിൽ മാത്രമായിരുന്നു. ഏറ്റവും ഒടുവിൽ താൻ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ശിക്ഷ വിധിക്കുന്ന പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് പൾസർ സുനി എത്തിയത് കിയ കാർണിവൽ എന്ന വാഹനത്തിൽ ആയിരുന്നു. ഇപ്പോൾ തനിക്കുള്ള ശിക്ഷ എന്ത് എന്നറിയാൻ വിയ്യൂർ ജയിലിൽ നിന്നും പൾസർ സുനി എറണാകുളത്തേക്ക് എത്തുന്നത് പോലീസ് വാഹനത്തിലാണ്, പോലീസ് വാനിൽ ആണ്. എന്തു തന്നെയായാലും പ്രിയ പ്രേക്ഷകരെ, പൾസർ സുനിക്ക് പിന്നിലെ സാമ്പത്തിക ശക്തി ആരുടേത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതല്ല. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി നമുക്ക് അല്പസമയത്തിനകം അറിയാം. രാവിലെ 11 മണിക്കാണ് കോടതി നടപടികൾ ആരംഭിക്കുന്നത്. കോടതി നടപടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ പ്രതികൾക്ക് പറയാനുള്ളത് എന്ത് എന്നത് പ്രാഥമികമായി കേൾക്കും. അതിനുശേഷം ശിക്ഷാവിധിയിലേക്ക് കടക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഒരു പക്ഷേ ശിക്ഷാവിധി ഉച്ചയ്ക്ക് ശേഷമാകുമോ എന്നതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് ശിക്ഷ വിധിക്കുക. കൂട്ടബലാത്സംഗം, ഗൂഢാലോചന ഉൾപ്പെടെ 10 കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുക. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആദ്യഘട്ടത്തിൽ എന്നോടൊപ്പം ചേരുന്നത് ഡാനി പോൾ ആണ് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പ്രതികളെ എറണാകുളത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികൾ അല്പസമയത്തിനകം തന്നെ കോടതിയിലേക്ക് എത്തും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്ന് 11 മണിയോടുകൂടി തന്നെ വിധിപ്രസ്താവം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? വിധിപ്രസ്താവം മാറ്റിവെക്കുവാനുള്ള സാധ്യത ഇന്ന് ഉച്ച കഴിഞ്ഞത്തേക്കോ അല്ലെങ്കിൽ പിന്നീട് മാറ്റിവെക്കുവാനുള്ള സാധ്യത വിദൂരമല്ലേ? അഭിലാഷ, ഈ കേസിൽ ഇന്ന് തന്നെ വിധി പ്രസ്താവം ഉണ്ടാവുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എങ്കിൽ കൂടിയും ഇവരുടെ ഈ 6 പ്രതികളുടെയും വാദങ്ങളിൽ അവരെ കുറ്റക്കാരെന്ന് കണ്ടു. സ്വാഭാവികമായും അവർക്കൊരു അന്തിമവാദം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് എന്താണ് പറയുവാനുള്ളത്, അവർക്കോ അവരുടെ അഭിഭാഷകർക്കോ എന്തെങ്കിലും കോടതിയിൽ ബോധിപ്പിക്കാനുണ്ടോ എന്നത് കോടതി കേൾക്കും. പ്രോസിക്യൂഷനും അവർക്ക് പറയാനുള്ളത് ഇതിനായി അവർ പറയുമ്പോൾ അവരുടെ മറുവാദങ്ങൾ സ്വാഭാവികമായും പ്രോസിക്യൂഷനും പറയും. ഇതിനുശേഷമായിരിക്കും കോടതി വിധി പ്രസ്താവത്തിലേക്ക് കടക്കുക. ഇന്ന് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഉച്ചയോടുകൂടിയോ ഒരുപക്ഷെ ആദ്യ സെഷനിൽ തന്നെ ആ വിധിയിലേക്ക് അടക്കം ഒരുപക്ഷെ കടന്നു പോയേക്കാം. അത് കോടതിയുടെ ഒരു വിവേചനപരമായ അധികാരം തന്നെയാണ്. എപ്പോഴാണ് അത് എടുക്കേണ്ടത്, പറയേണ്ടതെന്നെല്ലാം തന്നെ. പക്ഷേ പൊതുവിലും പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ന് തന്നെ ആ വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവിലും പ്രതീക്ഷിക്കുന്നത് എല്ലാവരും തന്നെ. കാരണം ഈ മറ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാകിയതാണ്. ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാങ്കേതികത്വമോ കാര്യങ്ങളോ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ദിവസങ്ങളിലേക്ക് പോകേണ്ടതുള്ളൂ. അത് ഇവർ ഈ കാര്യങ്ങൾ എങ്ങനെ കോടതിയിൽ അവതരിപ്പിക്കുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടും പരിശോധിച്ചുകൊണ്ടും തന്നെയായിരിക്കും അത്തരം കാര്യങ്ങൾ ഉണ്ടാകുക എന്ന് തന്നെയാണ്. കാരണം ഈ 6 പേരുടെയും അഭിഭാഷകരും ഈ 6 പേർക്കും മറ്റ് കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ, തങ്ങൾക്ക് ഈ കാര്യങ്ങളിലേക്ക് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു, അതിലിനി മറ്റ് കൂടുതലോ കൂട്ടിച്ചേർക്കലോ ഒന്നുമില്ല. പക്ഷേ ഇവർക്ക് പറയാനുള്ളത് എന്താ, അത് പൂർണ്ണമായും തന്നെ കോടതി കേൾക്കും. സ്വാഭാവിക നടപടി എന്ന രീതിയിൽ തന്നെയാണ് അന്തിമമായി കോടതിക്ക് മുന്നിലേക്ക് ഈ പ്രതികൾക്ക് എന്ത് പറയാനുണ്ട് അത് കോടതി കേൾക്കും. അതിനുശേഷം പ്രോസിക്യൂഷന് ഇതിനോടുകൂടി മറ്റെന്തെങ്കിലും
എന്തെങ്കിലും ഇവരുടെ വാദങ്ങൾക്ക് എതിരായോ മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി കോടതി കേട്ടതിന് ശേഷമായിരിക്കും ഉണ്ടാകുക. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രതികൾ ഇതിൽ കൂടുതൽ ഉന്നയിക്കുന്നത്, കാരണം ഈ പൾസർ സുനിയും അതോടൊപ്പം തന്നെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ആന്റണിയും എല്ലാം തന്നെ ഒരാൾ 7 വർഷവും മറ്റൊരാൾ അടുത്ത 6 വർഷവും എല്ലാം തന്നെ കോടതിയിൽ കഴിഞ്ഞിരുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി കേൾക്കുകയും എല്ലാം തന്നെ ചെയ്യും. KV സാബു അഭിഭാഷകനാണ്. സാബു ചേട്ടനാ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിവൈഎസ്പിയുടെ മൊഴിയാണ്. അദ്ദേഹം ബസ് കണ്ടക്ടറാണ്. അദ്ദേഹം ബസ് കണ്ടക്ടർ ജോലി ചെയ്ത് വന്നിരിക്കുന്ന ആളാണ്. അദ്ദേഹം വീട്ടിൽ പോയി നിർഭാഗ്യവശാലാണ് ആ വാഹനത്തിൽ കയറിപ്പോയി എന്നൊക്കെ കാര്യം. കോമൺ ഇന്റൻഷനോ അല്ലെങ്കിൽ കോൺസ്പിറസി കഴിഞ്ഞല്ലോ കോടതിയിൽ. പിന്നെ കോമൺ ഇന്റൻഷൻ ആണല്ലോ. ആ കോമൺ ഇന്റൻഷൻ എങ്ങനെ വരും? അദ്ദേഹം ഒരു 10 മിനിറ്റ് വീട്ടിൽ പോയി. യാതൊരു തെളിവില്ല. ഇന്ന് ഞാൻ കോടതിയിൽ പറയാൻ പോകുന്ന പ്രൊപ്പോർഷണേറ്റ് ജഡ്ജ്മെന്റ് വേണം, സെന്റൻസിംഗ് വേണം. ഓരോരുത്തരുടെ പ്രവൃത്തിക്കനുസരിച്ച് അറിയാലോ. കോടതി ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞു, ചട്ടപശുവിന്റെ പിന്നെ ജാതകം നോക്കേണ്ട കാര്യമുണ്ട്. മേൽക്കോടതിയുണ്ട്, അവിടെ വേറെ പശ്ചാത്തലം നോക്കും. ഇപ്പോൾ 5-6 പ്രതികളുടെ അഭിഭാഷകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള മറ്റു അവർക്ക് അതിൽ പങ്കെടുത്തിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. പരമാവധി ശിക്ഷ കുറച്ച് നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആണ്, യാതൊരു ബന്ധവുമില്ല. അത് ഞാൻ തന്നെ പറയുന്നില്ല. അതിന് ഹൈക്കോടതിയിൽ ഞങ്ങൾ ഒരു ടീം ഓഫ് അഡ്വക്കേറ്റ് ആണ് 5-6 പ്രതികൾക്ക് വേണ്ടി. ഇദ്ദേഹം ശ്രീനാഥ് ഉൾപ്പെടെ ഒരു ടീം ഓഫ് അഡ്വക്കേറ്റ് അവർക്ക് നമ്മൾ പോകുന്നുണ്ട്. നമുക്കറിയാം, ഒരു നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ള ധാരണ, ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. കോടതികളെ നമ്മൾ ബഹുമാനിക്കുന്നു, ഈ ജുഡീഷ്യൽ സിസ്റ്റത്തെ നമ്മൾ ബഹുമാനിക്കുന്നു. കോടതികളാണ് നീതി ദേവതയുടെ തുള്ളിതുള്ളേ അവരുടെ സ്ഥലമാണ്. പക്ഷെ അവിടെ നിന്ന് നീതി ലഭിച്ചോ എന്ന് സംശയമാണ്. എന്തിനാണെങ്കിലും കോടതിയുടെ കാര്യമാണ്. നമുക്ക് അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ബഹുമാനിക്കുന്നു കോടതികളെ. 40 കൊല്ലം ഞാൻ പണിയെടുക്കും, 40 കൊല്ലം വക്കീലായിട്ട്. 40 കൊല്ലമായിട്ട് ഞാൻ ക്രിമിനൽ കേസ് മാത്രം നടത്തുന്ന ആളാണ്. പക്ഷെ ഒരു തെളിവില്ലാതെ ഒരു പ്രതിയെ ശിക്ഷിച്ച് ഞാൻ ആദ്യമായിട്ടാണ്. ഇനി കോടതി അത് ബോധിപ്പിക്കും. കോടതി ബോധിപ്പിച്ചാൽ കോടതി അത് എന്റർടൈൻ ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഏറ്റവും മിനിമം സെന്റൻസിന് അതല്ലേ വഴിയുള്ളൂ. കോടതി ഒരു ഫൈൻഡിങ്സ് കണ്ട് അതിന് നമ്മൾ തെറ്റ് പറയുന്നില്ല. അത് ഓരോരുത്തരുടെ ഡിസ്ക്രിപ്ഷനാണ്. നമ്മളത് ചോദ്യം ചെയ്യുന്നില്ല, ബഹുമാനിക്കുന്നു ആ കാര്യത്തെ. 5-6 പ്രതികളുടെ അഭിഭാഷകനാണ് ഇപ്പോൾ സംസാരിച്ചത്. KV സാബു, അഡ്വക്കേറ്റ് KV സാബുവാണ് സംസാരിച്ചത്. ഏതായാലും നിങ്ങൾക്ക് പറയാനുള്ളത് അത്രയും കോടതിയിൽ പറയുമെന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ അദ്ദേഹം വ്യക്തമാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നമുക്കൊപ്പം നമ്മുടെ നിയമകാര്യ ലേഖകൻ CN പ്രകാശ് കൂടി ചേരുന്നുണ്ട്. ഇതൊരു അന്തിമമായി ഇനി കോടതിക്ക് മുന്നിലേക്ക് ഇവർക്ക് എന്തായിരിക്കും പറയാനുള്ളത്? നേരത്തെ അഡ്വക്കേറ്റ് KV സാബു 5-6 പ്രതികളുടെ അഭിഭാഷകൻ പറഞ്ഞു, ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ അതിനുള്ളൊരു സാവകാശമുണ്ടോ? രാവിലെ കോടതി ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കേസിൽ കൺവിക്ഷൻ, അതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ആണ് നടക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മിക്കവാറും ശിക്ഷ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുള്ളത്. സ്വാഭാവികമായും 1 മുതൽ 6 വരെ പ്രതികളെയാണ് ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അവർക്ക് ലഭിക്കാവുന്ന, അവർക്ക് മേൽ ചുമത്തിയിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് പ്രധാനമായും 376D ആണ്. ഏറ്റവും കൂടുതൽ കാലം ശിക്ഷ ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗത്തിന്റെ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് 20 വർഷം വരെ തടവോ അല്ലെങ്കിൽ ജീവപര്യന്തമോ ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1-ാം പ്രതിയായിട്ടുള്ള സുനി എന്ന് വിളിക്കുന്ന പൾസർ സുനി, അദ്ദേഹം ഏതാണ്ട് 7 വർഷത്തോളം നിലവിൽ തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹത്തിന് ബാക്കിയുള്ള വർഷങ്ങൾ മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും എന്ന ഒരു സാഹചര്യം സുപ്രീംകോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് 7 വർഷത്തിന് ശേഷം ഇപ്പോൾ സ്വാഭാവികമായിട്ട് 14 വർഷമാണ് ശിക്ഷ വിധിക്കുന്നതെങ്കിൽ
അദ്ദേഹത്തിന് ബാക്കി 7 വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതിയാവുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പ്രതികൾ പ്രധാനമായും ഈ ശിക്ഷയിൽ ഇളവ് നൽകണം എന്നതായിരിക്കും സ്വാഭാവികമായും ആവശ്യപ്പെടുക. ശിക്ഷയിൽ ഇളവ് നൽകണം എന്നാവശ്യപ്പെടും. ഒപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിത്തമില്ലാത്ത 5-6 പ്രതികൾ അവരും സ്വാഭാവികമായും തങ്ങളെ ഗൂഢാലോചനയുടെ ഭാഗമായി തെളിവ് നശിപ്പിക്കൽ, ഒപ്പം തന്നെ പ്രതികൾക്ക് സംരക്ഷണം നൽകി പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നീ കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവരും സ്വാഭാവികമായും തങ്ങൾക്കെതിരെ ഈ 1-ാം പ്രതിക്കടക്കം നൽകുന്ന ശിക്ഷ നൽകരുത് എന്ന ആവശ്യം കോടതിയുടെ മുമ്പിൽ മുന്നോട്ട് വയ്ക്കും. ഇതിൽ പൊതുവിൽ പറയുമ്പോൾ